2 ദിനവൃത്താന്തം 18-ാം അധ്യായം. യഹോശഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബിനോട് സംബന്ധം കൂടി. ചില സംവത്സരം കഴിഞ്ഞ ശേഷം അവൻ ശമര്യയിൽ ആഹാബിൻ്റെ അടുക്കൽ ചെന്നു. ആഹാബ് അവനും കൂടെ ഉണ്ടായിരുന്ന ജനത്തിനും വേണ്ടി വളരെ ആടുകളെയും കാളകളെയും അറുത്തു. ഗിലെയാദിലെ രാമോത്തിലേക്ക് തന്നോടുകൂടെ ചെല്ലേണ്ടതിന് അവനെ വശീകരിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാബ് യഹൂദ രാജാവായ യഹോശഫാത്തിനോട്, നീ എന്നോടുകൂടെ ഗിലെയാദിലെ രാമോത്തിലേക്ക് പോരുമോ എന്ന് ചോദിച്ചു. അവൻ അവനോട്, ഞാനും നീയും എൻ്റെ ജനവും നിൻ്റെ ജനവും ഒരുപോലെയല്ലോ, ഞങ്ങൾ നിന്നോടുകൂടെ യുദ്ധത്തിന് പോരാമെന്ന് പറഞ്ഞു. യഹോശഫാത്ത് ഇസ്രായേൽ രാജാവിനോട്, ഇന്ന് കൂടെ അരുളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു. ഇസ്രായേൽ രാജാവ് 400 പ്രവാചകന്മാരെത്തി അവരോട്, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിനവർ, പുറപ്പെടുക, ദൈവം അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ യഹോശഫാത്ത്, നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകനായിട്ട് ഇനി ആരുമില്ലയോ എന്ന് ചോദിച്ചു. അതിന് ഇസ്രായേൽ രാജാവ് യഹോശഫാത്തിനോട്, നാം യഹോവയുടെ അരുളപ്പാട് ചോദിപ്പാൻ തക്കോണം ഇനി ഒരുത്തനുണ്ട്. എന്നാൽ അവൻ എന്നെക്കുറിച്ച് ഒരിക്കലും ഗുണമല്ല, എല്ലായ്പ്പോഴും ദോഷം തന്നെ പ്രവചിക്കുന്നത് കൊണ്ട് എനിക്കവനെ ഇഷ്ടമില്ല. അവൻ ഇമ്ളയുടെ മകനായ മിഖായാവ് എന്ന് പറഞ്ഞു. രാജാവ് അങ്ങനെ പറയരുതേ എന്ന് യഹോശഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഒരു ഷണ്ഡനെ വിളിച്ചു, ഇമ്ളയുടെ മകനായ മിഖായാവെ വേഗം കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോശഫാത്തും രാജവസ്ത്രം ധരിച്ച് ശമര്യയുടെ പടിവാതിൽ പ്രവേശനത്തിങ്കൽ ഒരു വിശാല സ്ഥലത്ത് താൻ്റെ സിംഹാസനത്തിലിരുന്നു. പ്രവാചകന്മാരൊക്കെയും അവരുടെ സന്നിധിയിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. കെനയനയുടെ മകനായ സിദെക്കിയാവ് തനിക്ക് ഇരുമ്പ് കൊണ്ട് കൊമ്പുണ്ടാക്കി, നീ ഇവ കൊണ്ട് അരാമ്യരെ അവർ ഒടുങ്ങും വരെ കുത്തിക്കളയുമെന്നീ പ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു. ഗിലെയാദിലെ രാമോത്തിലേക്ക് പുറപ്പെടുക, നീ കൃതാർത്ഥനാകും, യഹോവ അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. മിഖായാവെ വിളിപ്പാൻ പോയ ദൂതൻ അവനോട്, നോക്കൂ, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു. നിന്റെ വാക്കും അവരിൽ ഒരുത്തൻ്റേതുപോലെ ഇരിക്കട്ടെ, നീയും ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു. അതിന് മിഖായാവ്, യഹോവയാണ് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കുമെന്ന് പറഞ്ഞു. അവൻ രാജാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട്, മിഖായാവേ, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിനവൻ, പുറപ്പെടുവീൻ, നിങ്ങൾ കൃതാർത്ഥരാകും, അവർ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞു. രാജാവ് അവനോട്, നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്തു പറയണം എന്ന് ചോദിച്ചു. അതിനവൻ, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ യഹോവ, ഇവർക്ക് നാഥനില്ല, ഇവൻ ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോട്ടെ എന്ന് കൽപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് യഹോശഫാത്തിനോട്, ഇവൻ എന്നെക്കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അതിനവൻ പറഞ്ഞത്, എന്നാൽ യഹോവയുടെ വചനം കേട്ടുകൊള്ളുവീൻ. യഹോവ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമെല്ലാം അവൻ്റെ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ഇസ്രായേൽ രാജാവായ ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ പട്ടുപോകേണ്ടതിന് അവനെ ആർ വശീകരിക്കുമെന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു. എന്നാറെ ഒരു ആത്മാവ് മുമ്പോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു, ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഏതിനാലെന്ന് ചോദിച്ചു. അതിനവൻ, ഞാൻ ചെന്ന് അവൻ്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഫോഷ്കിൻ്റെ ആത്മാവായിരിക്കുമെന്ന് പറഞ്ഞു. നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്നവൻ കൽപ്പിച്ചു. ആകയാൽ ഇതാ യഹോവ ഫോഷ്കിൻ്റെ ആത്മാവിനെ നിൻ്റെ പ്രവാചകന്മാരുടെ വായിൽ കൊടുത്തിരിക്കുന്നു. യഹോവ നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചുമിരിക്കുന്നു. അപ്പോൾ കെനയനയുടെ മകനായ സിദെക്കിയാവ് അടുത്ത് എന്ന് മിഖായാവെ ചെകിട്ടത്തടിച്ചു. നിന്നോട് സംസാരിപ്പാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏതുവഴിയായി കടന്നു വന്നു എന്ന് ചോദിച്ചു. അതിനു മിഖായാവ്, നീ ഒളിക്കേണ്ടതിന് അറ തേടി നടക്കുന്ന ദിവസത്തിൽ നീ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞത്, നിങ്ങൾ മിഖായാവെ പിടിച്ച് നഗരാധിപതിയായ ആമോൻ്റെയും രാജകുമാരനായ യോവാഷിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇവനെ കാരാഗൃഹത്തിലാക്കി ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുവോളം ഞെരുക്കത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും കൊണ്ട് പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറവീൻ. അതിന് മിഖായാവ്, നീ സമാധാനത്തോടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ ഞാൻ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവീനെന്നും അവൻ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവ് യഹോശഫാത്തും ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി. എന്നാൽ ഇസ്രായേൽ രാജാവ് യഹോശഫാത്തിനോട്, ഞാൻ വേഷം മാറി പടയിൽ കടക്കും, നീയോ രാജവസ്ത്രം ധരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി അവർ പടയിൽ കടന്നു. എന്നാൽ അരാം രാജാവ് തൻ്റെ രഥനായകന്മാരോട്, നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുതെന്ന് കൽപ്പിച്ചിരുന്നു. ആകയാൽ രഥനായകന്മാർ യഹോശഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവെന്ന് പറഞ്ഞ് അവനോട് പൊരുതുവാൻ തിരിഞ്ഞു.
എന്നാൽ യഹോശഫാത്ത് നിലവിളിച്ചു. യഹോവ അവനെ സഹായിച്ചു. അവനെ വിട്ടുപോകാൻ ദൈവം അവർക്ക് തോന്നിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ലെന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവർ അവനെ പിന്തുടരാതെ മടങ്ങിപ്പോയി. എന്നാൽ ഒരുത്തൻ യാദൃച്ഛിക വില്ല് കുലച്ച് ഇസ്രായേൽ രാജാവിൻ്റെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്കെയ്തു. അവൻ തൻ്റെ സാരഥിയോട്, നിന്റെ കൈ തിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോക, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് പട കഠിനമായി തീർന്നതുകൊണ്ട് ഇസ്രായേൽ രാജാവ് സന്ധ്യ വരെ അരാമ്യർക്കെതിരെ രഥത്തിൽ നിവർന്നു നിന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അവൻ മരിച്ചുപോയി.